അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേരിലെ സ്റ്റുഡൻസ് ഫസ്റ്റ് സെക്ഷൻ എക്സാം കഴിഞ്ഞ് ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു മോനെ എക്സാം ഒക്കെ? വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഏതായിരുന്നു മോന് ഏറ്റവും ഈസി പോർഷൻ ഏതായിരുന്നു? കെമിസ്ട്രി തന്നെയായിരുന്നു. കെമിസ്ട്രിയിൽ അതുപോലെ ബാക്കി ഫിസിക്സ് മാത്സ് പാടായിരുന്നോ? മാത്സ് കെമിസ്ട്രിയും ഫിസിക്സും അപേക്ഷിച്ച് മാത്സ് ടഫായിരുന്നു. ഓക്കെ, അത് ഒരു മീഡിയം ലെവലായിരുന്നു. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് അത് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ തോന്നുന്നു? അതായത് നമ്മുടെ പിള്ളേരിലെ മോഡൽ എക്സാംസ് ഒക്കെ കുറേ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, എളുപ്പമായിരുന്നു. അതിൽ എളുപ്പമായിരുന്നു ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ മോൻ എന്ത് തോന്നി? അതന്നെ മാത്സ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി പാട്. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. NCERT ബേസ്ഡ് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? NCERT ബേസ്ഡ് തന്നെയായിരുന്നു എല്ലാം. ഇൻഓർഗാനിക്കിലൊക്കെ പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ എങ്ങനെ തോന്നി മോനെ? കുറെയൊക്കെ ചെയ്യാൻ പറ്റി. ഓക്കെ, മോൻ എന്ത് തോന്നി? കുഴപ്പമില്ല, കമ്പാരിറ്റീവ് സുഖമായിരുന്നു. നമ്മൾ അറ്റൻഡ് ചെയ്ത മോഡൽ എക്സാമിനേക്കാളും സുഖമായിരുന്നു. മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്താൽ നമുക്കിത് സിമ്പിളായി ക്രാക്ക് ചെയ്യാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത വഴി ഈ ഒരു എക്സാമിന് അത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടോ? നമ്മുടെ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്ന വഴി തോന്നുന്നുണ്ട്. ഓക്കെ, മോന് എന്ത് തോന്നി? എനിക്ക് ഫിസിക്സ് ആണ് ഒന്നുകൂടി എളുപ്പമായത്. ഫിസിക്സ് ആയിരുന്നു ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. പിന്നെ ഫിസിക്സ് എങ്ങനെ പ്രോബ്ലം ആയിരുന്നോ അതോ തിയറി പാർട്ടായിരുന്നോ? രണ്ടും ഉണ്ടായിരുന്നു. കൂടുതലുണ്ടായിരുന്നു അല്ലേ? പ്രോബ്ലം ആയിരുന്നു കൂടുതലും. ഓക്കെ, മോൻ എന്ത് തോന്നി മോനെ? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി അറ്റൻഡബിൾ ആയിരുന്നു. മാത്സ് കുറച്ചൊന്ന് ടഫായിരുന്നു. അപ്പൊ ഇനി അടുത്ത ഷിഫ്റ്റിലൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഏകദേശം അതിന്റെ ഒരു. അപ്പൊ അവരോട് എന്താ മോന് പറയാനുള്ളത്? അതായത് എങ്ങനെ ഫിസിക്സും ബേസിക് ഫോർമുല എല്ലാം പഠിച്ചോണ്ട് വരിക, കെമിസ്ട്രി ഇൻഓർഗാനിക് ഒന്ന് റിവൈസ് ചെയ്യുക, അതൊക്കെ തന്നെ. മാത്സ് പിന്നെ പറ്റുന്ന പോലെയൊക്കെ അറ്റൻഡ് ചെയ്യുക. അതെ, ഓക്കെ. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ടൈം മാനേജ്മെന്റ് എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മാത്സിന് അങ്ങനെ ആ ഒരു ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് ടൈമിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഓക്കെ. ബാക്കിയൊക്കെ പോർഷൻസ് ഒക്കെ എന്ത് തോന്നി? ബാക്കി തിയറി പാർട്ട് ഉണ്ടായിരുന്നു, പിന്നെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫിസിക്സ് എനിക്ക് എളുപ്പം തോന്നി. ഏറ്റവും ഈസി ഫിസിക്സ് ആയിരുന്നു. ഓക്കെ, മോനെ കണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. അപ്പോൾ ഇനി വരുന്ന അടുത്ത ഷിഫ്റ്റിനൊക്കെ വരുന്ന കുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ള മോൻ്റെ അടുത്ത്? എക്സാം അങ്ങനെ പേടിക്കേണ്ട രീതിയിലുള്ള ഡിഫിക്കൽട്ടി ഇല്ല അതിന്. ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ അറ്റൻഡ് ചെയ്തവർ പറയുന്നത് ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണെന്നാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക്, ഇനി അടുത്ത ഷിഫ്റ്റിനും എഴുതാതിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു.